ഇന്ന് ഞാൻ ഭയങ്കര ഊറ്റത്തിലാണ് കേട്ടോ. കാരണം എന്താ, നമ്മളെ കയ്യിൽ കാണുന്ന ഈ ഒരു മുതലാണ് അരവണ പായസം. നിങ്ങൾക്കൊക്കെ കിട്ടിയണോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിണ്ടായിനോ മലക്ക്? ഇതിപ്പോൾ എൻ്റെ ചങ്ങാഴ്ചൻ്റെ കെട്ടിയോൻ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഓല് പോയപ്പോൾ തന്നെ ഓർഡർ ചെയ്തതായിരുന്നു എനിക്കൊരു കുപ്പി കൊണ്ടുവരണമെന്ന്. എന്തായാലും നമുക്കിത് ഇതൊക്കെയാണ് പൊട്ടിച്ചാത്ത വെച്ച് ഒരു കുപ്പി മുഴുവനും ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ വേണ്ടി. ഈ അരവണ മാത്രമല്ല കേട്ടോ നമുക്ക് കിട്ടിയത്, അതിൻ്റെ കൂട്ടത്തിൽ വേറെ മുതലുകളുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇത് നമുക്ക് അവിടെ തന്നെ കിട്ടുന്ന ഒരു പ്രസാദമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് തന്നത്. ഇതെന്തായാലും ഒരു ഉണ്ണിയപ്പമാണ്, നല്ല ഉറപ്പുണ്ടാവും. ഇത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം പോലെ ഒന്നും ആട്ടും കട്ടും ഇതാക്കിയാലൊന്നും ഞെളിയൊന്നുമില്ല. നമ്മളുടെ സാധാരണത്തെ ഇങ്ങനെ ഞെളിഞ്ഞ് പിരിഞ്ഞ് ഇതാവുമല്ലോ, ഇതങ്ങനെ ആവില്ല കേട്ടോ. പിന്നെ ഒരു കീസ് നിറച്ച് അരി പൊരിച്ചത് കേട്ടോ. അരി പൊരിച്ചത് എന്നാണല്ലോ നമ്മൾ പറയല്. അപ്പം ഇത് കണ്ടോ, കുറേ ഉണ്ട്. ഇതിലിങ്ങനെ മുക്കിയാട്ട് അരവണ തിന്നുമ്പം ഒന്നും പറയേണ്ടി വരില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് ഒരു അലുവ കണ്ടം കൂടി എടുത്തതിന് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. ഈ അലുവൻ്റെ കണ്ടം ഇന്നലെ ബിച്ചാപ്പൻ്റെ മരിയോളെ പേത്തിനോട്ടി കൊണ്ടുപോകലായിരുന്നു കേട്ടോ. പ്രസവത്തിനും വേണ്ടി കൊണ്ടുപോകലായിരുന്നു. അപ്പോൾ ഓലെ പെരേന്ന് കൊടുത്തയച്ചതാണ്. വലിയൊരു കണ്ടുണ്ടായിന്. മഞ്ഞളുവ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ മധുരം കൂടി തിന്നല്ലേ ചാട്ട അതിൻ്റെ കൂട്ടത്തിൽ എടുത്തതാണ്. കറുത്തലുവ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഏത് അലുവൻ്റെ ഫാൻസാണ്? ഇനി നമ്മളെ ഈ അരവണ പായസം പൊട്ടിച്ചു നോക്കിയാലോ മെല്ലെ ബിസ്മിൻ ചൊല്ലിയാട്ട്. പിന്നെ ഇത് തിന്നാൻ പറ്റൂല എന്നൊക്കെ അങ്ങനെ വെറുതെ നോണയും പറഞ്ഞ് നടക്കണ കുറേ ആൾക്കാരുണ്ടായി ഇനി പണ്ടൊക്കെ. ഇപ്പോൾ ഒന്നും അതില്ല കേട്ടോ. അതൊക്കെ വെറുതെ പറയാണ് തിന്നാൻ പറ്റൂല എന്നൊക്കെ. വെറുതെ കുറേ നോണയും പറഞ്ഞ് നടക്കണ ആൾക്കാരുണ്ടാവില്ല. ഓലാണ് അവനൊക്കെ പറയല്. ആൾക്കാരെ വെറുതെ വഴി തെറ്റിച്ചാൻ വേണ്ടി കേട്ടോ ഓരോന്ന് പറയും. ഈ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ബോട്ടിൻ്റെ അടയാളം കൈമൽ എന്തായാലും വേണ്ടില്ല. നമുക്കിത് പൊളിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി, കുറച്ച് ദിവസമായിട്ട് കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. ബിസ്മില്ല. നല്ല സൂപ്പർ സ്മെല്ല് ഇട്ടോ മക്കളെ. ഒരു സ്പൂൺ എടുക്കുക. എൻ്റെ നിങ്ങളെ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ തിന്നിട്ട് കേട്ടോ. സൂപ്പർ. ആരെങ്കിലുമൊക്കെ മലക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് വെച്ചു കൊടുത്ത മക്കളെ, ഒന്നും പറയാനില്ല. അടിപൊളി. ഇതെങ്ങനെ ഉണ്ടാക്കലാവും? നമ്മൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല, ഇച്ചേക്ക് ആവില്ല. ഇതിൻ്റെ ആ ഒരു മജ കിട്ടൂല. എത്തപ്പം അതിന് പറയാ കൂടിയില്ല. എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരിക? നിങ്ങളൊക്കെ തിന്നണ തന്നെ ആയി തരുമല്ലോ, നിങ്ങൾക്ക് അറിയാൻ മതി. നമുക്ക് പൊരിയിൽ മിക്സ് ചെയ്തിട്ട് തിന്ന് നോക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പൊരി എടുക്കട്ടോ. അരി പൊരിച്ചത് എടുത്തിട്ട് ഒരു ബസ്സിലേക്ക് ഇടുക. ഞാൻ കുറച്ചായിട്ട് എടുക്കണുള്ളൂ, എല്ലാവർക്കും വേണ്ടത് ഇപ്പം തിന്നാൽ മാത്രമുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ അരവണ കുറച്ച് കോരുക ഉണ്ടോ, ഇങ്ങോട്ട് തീക്കാക്കുക. കുറച്ചാക്കിയാൽ മതി കേട്ടോ, എല്ലാം പാരണ്ടേ, എല്ലാവർക്കും ഒപ്പിച്ചേണ്ടത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇങ്ങനെ ആക്കിയായിട്ട് തിന്ന് നോക്കുക വേണ്ടിട്ടോ. ഇത് നോക്കിയാണ് നിങ്ങൾ എന്തോ ഒരു മട്ടുണ്ട് കാണാൻ തന്നെ. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ കേട്ടോ. അത് നല്ല കറമുറും.
സൂപ്പർ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അലുവ. പിന്നെ അപ്പം. ഇതെന്തോ ഒരു പേരുണ്ട് കേട്ടോ, കാരോലപ്പം എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇതങ്ങനെ കടിച്ചാൽ പൊട്ടൊന്നുമില്ല, നല്ല ഉറപ്പുള്ള പല്ല് വേണം. ഇതിങ്ങനെ കടിച്ചാൽ പൊട്ടി തിന്നണമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇത് പൊതുവെ ഇഷ്ടമാവുള്ളൂ. അത് ശരിക്കും ഇഷ്ടത്തിന് തിന്നണ ആയി വരില്ല. ഒരു മലക്ക് പോകുമ്പോൾ എന്തോ ഉദ്ദേശം വെച്ചിട്ടായിരിക്കും മേ ബി, എനിക്കറിയില്ല അതിൻ്റെ ബാക്കിലുള്ളത് എന്നൊന്നും. എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടോ.